നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റ ജനസംഖ്യ ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റിന്റെ അംഗീകാരം. ഏകകണ്ഠമായിട്ടാണ് ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഗോലാൻ കുന്നുകളിലെ കുടിയേറ്റം ഇരട്ടിയാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. സിറിയയിൽ ബഷാർ അസദ് സർക്കാരിന്റെ പതനത്തിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ശക്തമാക്കാനുള്ള പദ്ധതിക്കാണ് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഗോലാൻ കുന്നിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലുള്ളത്. അസദിന്റെ വീഴ്ചയോടെ സിറിയയുമായുള്ള ഇസ്രായേലിന്റെ അതിർത്തിയിൽ പുതിയ സൈനിക മുന്നണി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. മൃദു സമീപനമാണ് സിറിയയിൽ ഭരണം പിടിച്ച വിമത സംഘമായ ഹയാത്ത് തെഹ്രീർ അൽ-ഹം സ്വീകരിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഈ സമയത്ത് ഇത് വളരെ പ്രധാനമാണ്. ഞങ്ങൾ അത് മുറുകെ പിടിക്കുകയും അത് നടപ്പിലാക്കുകയും അതിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 50,000 ആളുകൾ ഇസ്രായേൽ നിയന്ത്രിത പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. ജൂതന്മാരും ഡ്രൂസും തമ്മിൽ തുല്യമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രദേശത്തിന്റെ ജനസംഖ്യാപരമായ വികസനം സർക്കാർ ഏകകണ്ഠമായി അംഗീകരിച്ചതായി നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. വിദ്യാഭ്യാസം, പുനരുപയോഗ ഊർജ്ജം, ഒരു വിദ്യാർത്ഥി ഗ്രാമം സ്ഥാപിക്കൽ, പുതിയ താമസക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള പദ്ധതി എന്നിവയ്ക്കായി പണം വിനിയോഗിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അസദ് രാജ്യം വിട്ടതിനു പിറ്റേന്ന് സിറിയയെ ഗോലാൻ കുന്നുകളിൽ നിന്ന് വേർതിരിക്കുന്ന UN ബഫർ സോണിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. ഡമാസ്കസിലെ ഭരണമാറ്റം വെടിനിർത്തൽ കരാർ ചർച്ചകളെ തകർക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു ഇത്. സിറിയയുമായി ഇസ്രായേലിന് സംഘർഷത്തിന് താൽപര്യമില്ലെന്നും നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് സിറിയയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ഇസ്രായേൽ തീരുമാനിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. നിലവിൽ 30ഓളം ഇസ്രായേൽ സെറ്റിൽമെന്റുകളാണ് ഗോലാൻ കുന്നിലുള്ളത്. ഇതിൽ 20,000-ഓളം പേർ താമസിക്കുന്നു. അത്ര തന്നെ സിറിയൻ പൗരന്മാരും ഇവിടെയുണ്ട്. ഗോലാനിലേക്ക് 20,000 പേരെ കൂടി കൊണ്ടുവരാനാണ് ഇസ്രായേലിന്റെ നീക്കം. 1967-ലെ 6-ദിന യുദ്ധത്തിൽ ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും 2019-ൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന അന്നത്തെ US സർക്കാർ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയം ഭരണാധികാരത്തെ പിന്തുണച്ചിരുന്നു. അതേസമയം സിറിയയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സിറിയ നേരിട്ട ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. സ്ഫോടനത്തിന്റെ ശക്തി ഭൂകമ്പത്തിന് തുല്യമായിരുന്നു എന്നാണ് പിന്നീട് അധികൃതർ വ്യക്തമാക്കിയത്. ഭൂകമ്പം അളക്കുന്ന റിക്ടർ സ്കെയിലിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിരുന്നു. അത്രത്തോളം ശക്തമായിരുന്നു ഈ ആക്രമണം എന്നാണ് സിറിയൻ അധികൃതരും വ്യക്തമാക്കുന്നത്. സിറിയയിലെ തീരദേശ മേഖലയായ ടോർട്ടസ് ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം ആക്രമണത്തിൽ തകർന്നു. സിറിയയിലെ തീരദേശ മേഖലകളിൽ 2012-ന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.